സാരി ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാരും കുറച്ചു നേരം പുറത്തു നിന്നേ, ഡ്രസ് ചേഞ്ച് ചെയ്യണം. നിങ്ങൾ ഇവിടെ നിൽക്കൂ. എന്തിന്? ഈ കുട്ടിയുടെ ഡ്രസ് മാറ്റണം, അതിനൊരാളുടെ സഹായം വേണം. ഹസ്ബൻഡ് നിൽക്കട്ടെ. അത് വേണ്ട, താ വെളിയിൽ പോയേ. സാറിവിടെ 3 പേരും വെളിയിൽ പോകും. സിസ്റ്റർ ഒറ്റയ്ക്ക് ഉടുപ്പ് മാറ്റിയാൽ മതി. അന്തസ്സുള്ള കുടുംബത്തിലെ പെണ്ണുങ്ങൾ തുണി മാറ്റുന്നിടത്ത് ആണുങ്ങൾ നിൽക്കാൻ പാടില്ല. ഭാര്യയുടെ തുണി മാറ്റുന്നിടത്ത് ഭർത്താവ് നിൽക്കാലോ. അത് ഭർത്താവാണെങ്കിലല്ലേ? നിക്കാം, ഭർത്താവാണെങ്കിൽ നിക്കാം. പക്ഷെ നമ്മൾ നാണോ മാനോളവരല്ലേ? ഞാൻ പോയിക്കോളാം. വെളിയിൽ പോകാൻ പറഞ്ഞു. എത്ര പ്രാവശ്യം പറഞ്ഞു മനസ്സിലാവില്ലേ? ചെയ്യുന്നത് തമ്മാടിത്തരാണെന്ന് ഓർക്കണം. ഞാനെന്ത് ഇവര് സമ്മതിക്കുന്നില്ല. പിന്നെ ആര്? ഇവര്. അതെ, ഈ കോൺഗ്രസ്സുകാർ എന്തിനാ? നിന്റെ അമ്മൂമ്മയുടെ 2 അങ്ങോട്ടിന് പോവാൻ. എന്റെ കാലിന്റെ അടിയിൽ തീയ. അതിനെതിരെ ടൈൽസ് അല്ലേ? എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, ഈ ഭർത്താവില്ലാത്ത പെണ്ണുങ്ങളുടെ തുണി ഇവരെങ്ങനെ മാറ്റുക? അല്ല, അങ്ങനെ പാടില്ല എന്നാണ് പ്രമാണം. എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചാൽ താൻ തന്റെ വായ തോന്നിയ അഭിപ്രായം പറയാ. ഇയാൾ ചാടി കളിക്കുന്നുണ്ടാ തോന്നുന്നു. ഇയാളുടെ ഭാര്യയുടെ തുണിയാണ് അയാൾ മാറ്റുന്നത്, അയാളുടെ ഭാര്യയുടെ തുണി അയാൾ മാറ്റുന്നത്. നിങ്ങൾക്ക് എന്താണ്? ഉടുപ്പിന്റെ അറ്റത്ത് പിടിച്ച് താഴേക്ക് വലിച്ച മതി, ഊരി പോന്നോളും. ബോഡി ഞാൻ ഉയർത്തി തരാം. എന്റെ പാവാട ഇങ്ങതാടോ, എന്റെ പാവാട ഇങ്ങതാടോ, എന്റെ പാവാട തരാൻ. ഇറങ്ങി പോടോ വെളിയില്. എന്താടാ നിന്ന് വിളിക്കണത്? ഇവിടെ ആരെങ്കിലും തുണി വെച്ചിട്ട് തുള്ളുണ്ടോ? ആ കൊച്ചിന്റെ അവിടെ എന്തോന്നൊരു പാട്. ഇവിടെ കൊച്ചിലെ സൈക്കിളിൽ നിന്നല്ല വീണ വൃത്തികെട്ട കറുത്ത പാടിലോണ്ട് അവിടെ. എല്ലാത്തിനും ഒരു അതിരുണ്ട് കേട്ടാ. ഗതി കേട്ടാ നിന്നെയും കൊല്ലും, ഞാനും ചാവും. ഇങ്ങനെയും ഭർത്താക്കന്മാരുണ്ടോ? കണ്ണുടച്ചോണ്ടാണോ ഭാര്യയുടെ ഉടുപ്പ് മാറ്റുന്നത്? ഇയാളെയൊക്കെ സഹായത്തിന് വിളിച്ച് എന്നെ വേണം പറയാൻ. വൃത്തികെട്ടവന്മാര്. ഇപ്പൊ മനസ്സിലായോ പിള്ള മനസ്സിൽ കള്ളമില്ലെന്ന്? അതിന് നീ നായരല്ലേ? അതേടോ, നല്ല അന്തസ്സുള്ള ഇല്ലത്തെ നായരാ. എന്തെങ്കിലും കാണായിരുന്നു? അപ്പൊ അത്ര വിഷമുള്ള ജാതി അല്ല.